നമ്മൾ പലപ്പോഴും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിൽ പണം നഷ്ടപ്പെടുന്നത് ബാഡ് ലക്ക് കൊണ്ടാണെന്ന് കരുതും. പക്ഷേ സത്യം അതല്ല. പലരും പണം നഷ്ടപ്പെടുത്തുന്നത് ബാഡ് ലക്ക് കൊണ്ടല്ല, ഇമോഷണൽ ഡിസിഷൻസ് കൊണ്ടാണ്. ഒരു തെറ്റായ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നിങ്ങളുടെ അടുത്ത 10 അല്ലെങ്കിൽ 20 വർഷത്തെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനെ അത് മോശമായിട്ട് ബാധിക്കാം. മോർഗേജ് സ്ട്രെസ്, ക്യാഷ് ഫ്ലോ പ്രഷർ, മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം ഒരു റോങ് ഡിസിഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസ് ഒന്നുമല്ല. ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പല മലയാളി ഫാമിലീസും ചെയ്യുന്ന ഇമോഷണൽ മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നാം, അയ്യോ ഞാനും ഇതേ രീതിയിൽ തന്നെയല്ലേ ചിന്തിക്കുന്നത് എന്ന്. നിങ്ങൾ പലരും പ്രോപ്പർട്ടി വാങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? എൻ്റെ ഫ്രണ്ട് എവിടെയാണ് വാങ്ങിയത്? അവൻ ആ സബബിൽ വാങ്ങി നല്ല ഗ്രോത്ത് കിട്ടിയല്ലോ അല്ലേ? അവിടെ മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടോ? അത് നമ്മൾ ചോദിക്കാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എനിക്ക് അവിടെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ സാധാരണ ചോദിക്കുന്നത്. ഇതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ കംഫർട്ട് സോൺ മാത്രം നോക്കിയാൽ അതൊരു കോസ്റ്റ്ലി മിസ്റ്റേക്കായിട്ട് മാറും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഫ്രണ്ട് 3 വർഷം മുമ്പേ ഒരു സബബിൽ പ്രോപ്പർട്ടി വാങ്ങി. അവന് നല്ല ഗ്രോത്ത് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും, അവൻ വാങ്ങിയ സബബ് തന്നെയാണ് ബെസ്റ്റ്, ഞാനും അവിടെ വാങ്ങണം. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അവൻ വാങ്ങിയ സമയവും നിങ്ങൾ വാങ്ങാൻ പോകുന്ന സമയവും ഒരുപോലെയാണോ? ഇതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. പ്രോപ്പർട്ടി മാർക്കറ്റ് എപ്പോഴും ഒരുപോലെയല്ല മൂവ് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഒരു സൈക്കിളുണ്ട്. ചില സബബ് ഓൾറെഡി ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിരിക്കാം. അതായത് ഒരു സെർട്ടൈൻ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഗ്രോത്ത്, അതുപോലത്തെ ഗ്രോത്ത് ഇനി അടുത്ത സൈക്കിളിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചില സബബ് ഇപ്പോഴാണ് ഗ്രോത്ത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ പാസ്റ്റ് സക്സസ് ബ്ലൈൻഡായിട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നത് തെറ്റാണ്. നോബഡി എക്സ്പ്ലെയിൻ ദിസ് ടു മീ വെൻ ഐ സ്റ്റാർട്ടഡ്. ഓക്കെ, അതുകൊണ്ട് ഞാനിത് ഇത്രയും സ്ട്രോങ്ലി പറയുന്നത്. പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലൊക്കേഷൻ ലൊക്കേഷൻ ലൊക്കേഷൻ. ശരിയാണ്, ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ പലരും മിസ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, അതാണ് ടൈമിംഗ്. ഗുഡ് ലൊക്കേഷൻ പ്ലസ് റോങ് ടൈമിംഗ് ക്യാൻ ബിക്കം എൻ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളൊരു നല്ല സബബിൽ പ്രോപ്പർട്ടി വാങ്ങുന്നു, പക്ഷേ ആ സബബ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ, കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ ഒരു 60-80% ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് അവിടെ റെൻ്റൽ ഈൽഡ് കുറവായിരിക്കും. അവിടെ അഫോർഡബിലിറ്റി സ്ട്രെച്ച്ഡ് ആയിരിക്കും. അതായത് അഫോർഡബിലിറ്റി ഇൻഡെക്സ് ഹൈ ആയിരിക്കും. ഇതൊരു ഫുട്ബോൾ മാച്ച് പോലെ ചിന്തിക്കും. ഗെയിം ഓൾമോസ്റ്റ് ഫിനിഷ് ആകുമ്പോൾ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ ഏർലിയർ പ്ലെയേഴ്സ് സ്കോർ ചെയ്ത അതേ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പ്രോപ്പർട്ടി മാർക്കറ്റിലും അതുപോലെ തന്നെയാണ്. ഇവിടെയാണ് പല ഇൻവെസ്റ്റേഴ്സും കോസ്റ്റ്ലി മിസ്റ്റേക്ക് ചെയ്യുന്നത്. അവർ സബബിൻ്റെ നെയിം നോക്കും, പക്ഷേ മാർക്കറ്റ് ടൈമിംഗ് നോക്കില്ല. അവർ ഫ്രണ്ടിൻ്റെ റിസൾട്ട് നോക്കും, പക്ഷേ ഫ്രണ്ട് വാങ്ങിയ എൻട്രി പോയിൻ്റ് നോക്കില്ല. സോ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ടൈമിംഗ് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആദ്യത്തെ കോമൺ മിസ്റ്റേക്ക് നോക്കാം. പ്രൈമറി ഹോമിൻ്റെ അടുത്ത് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങുക. ഇത് മലയാളി കമ്മ്യൂണിറ്റിയിൽ ഞാൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വീടിൻ്റെ അടുത്തായിരിക്കണം, എനിക്ക് തന്നെ പോയി ഇൻസ്പെക്റ്റ് ചെയ്യണം, മെയിൻ്റെനൻസ് വന്നാൽ ഞാൻ തന്നെ പോയി ചെയ്യാം, എൻ്റെ ഏരിയ വിട്ട് ദൂരത്തേക്ക് പോകാൻ എനിക്ക് പേടിയാണ്. ഇത് ഇമോഷണലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം നമ്മൾ ഇത്രയും എമൗണ്ട് മുടക്കുന്ന സമയത്ത് അത് നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്താണെങ്കിൽ നമുക്കെല്ലാം കംഫർട്ടബിളായിട്ട് തോന്നും. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഇതൊരു ഡേഞ്ചറസ് ലിമിറ്റേഷനാകാം. ഓസ്ട്രേലിയ വളരെ വലിയ മാർക്കറ്റാണ്. സിഡ്നിയിൽ താമസിക്കുന്നത് എന്നതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സിഡ്നിയിൽ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ മെൽബണിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മെൽബണിൽ തന്നെ പ്രോപ്പർട്ടി വാങ്ങണം എന്നും നിർബന്ധമില്ല. ചിലപ്പോൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി മറ്റൊരു സ്റ്റേറ്റിലോ മറ്റൊരു ഗ്രോത്ത് കോറിഡോറിലോ ആയിരിക്കും. പക്ഷേ കൺവീനിയൻസ് കാരണം പലരും ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നു. സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കാണാൻ ഈസിയാണോ എന്നുള്ളതല്ല ഒരു സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് നോക്കുക.
സ്മാർട്ട് ഇൻവെസ്റ്റർ ചോദിക്കുന്നത് ഈ പ്രോപ്പർട്ടി എൻ്റെ ലോങ് ടൈം സ്ട്രാറ്റജിക്ക് ഫിറ്റ് ആകുമോ എന്നാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ ഇമോഷണൽ കംഫർട്ട് അല്ല പ്രധാനപ്പെട്ടത്. ഡാറ്റ, സ്ട്രാറ്റജി, ക്യാഷ് ഫ്ലോ, ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇവയാണ് പ്രധാനം. ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ വീട്ടിൽ നിന്നും 15 മിനിറ്റ് ഡ്രൈവ് മാത്രമാണെങ്കിലും നമ്പേഴ്സ് ശരിയല്ലെങ്കിൽ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. മറ്റൊരു പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും, പക്ഷേ ഡാറ്റ സ്ട്രോങ് ആണെങ്കിൽ അതായിരിക്കും ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി രണ്ടാമത്തെ വലിയ മിസ്റ്റേക്ക് നോക്കാം. മാക്സിമം ബോറിംഗ് കപ്പാസിറ്റി മുഴുവൻ ഉപയോഗിക്കുക. ബാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മോർഗേജ് ബ്രോക്കർ പറയും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ബോറിംഗ് പവർ 800K ആണെന്ന് പറയും. പലരും ഉടനെ പ്രോപ്പർട്ടി സെർച്ച് ചെയ്യാൻ തുടങ്ങും. 750 to 800Kയുടെ പ്രോപ്പർട്ടിയാണ് സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ ഒരു ചോദ്യം ചോദിക്കണം. ബാങ്ക് നിങ്ങളെ ലെൻഡ് ചെയ്യാൻ റെഡിയാണ് എന്നതുകൊണ്ട് നിങ്ങൾ ആ മുഴുവൻ എമൗണ്ടും ബോറോ ചെയ്യണോ? ഇവിടെ പലരും വലിയ പ്രോപ്പർട്ടി വാങ്ങിക്കും, പക്ഷേ അവരെ ക്യാഷ് ഫ്ലോ സ്ട്രെസ്ഡ് ആവും. മോർഗേജ് പേയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് വരുമ്പോഴേക്കും അവരുടെ ഫാമിലി ലൈഫിൽ ഭയങ്കര സ്ട്രഗിൾ വരും. വേക്കൻസി റേറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു മെയിൻ്റനൻസ്, എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ഇൻവോയ്സ് വരിക, വർഷത്തിൽ അതിൻ്റെ ഇൻഷുറൻസ് കോസ്റ്റ് അടയ്ക്കണം, കൗൺസിൽ റേറ്റ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് വരും. ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ അപ് ടു ദ നെക്കായിരിക്കും നമ്മളാകെ സ്ട്രെസ്ഡ് ഔട്ട് ആവും, നമ്മുടെ ഫാമിലി ലൈഫ് ആകെ താറുമാറാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മാക്സിമം ബോറിംഗ് പവർ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് മോസ്റ്റായിട്ട് നമ്മുടെ മലയാളത്തിൽ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. പേപ്പറിൽ നല്ല ബോറിംഗ് കപ്പാസിറ്റി കാണും, പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പ്രഷർ കൂട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ബഡ്ജറ്റിൽ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റി ബഫർ കുറയും. ഫ്യൂച്ചറിൽ രണ്ടാമതൊരു പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. നിങ്ങളുടെ ഫാമിലിയിലുള്ള പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ ഹോളിഡേയ്സ് ഒഴിവാക്കേണ്ടി വരും, കിഡ്സ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, എമർജൻസി സേവിങ്സ് ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് റിയലൈസ് ദിസ്. നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ റീപേയ്മെൻറ്റ് തുടങ്ങുമ്പോഴാണ് പല ഫാമിലീസും ഈ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്നത് എനിക്ക് മാക്സിമം എത്ര ബോറോ ചെയ്യാമെന്നല്ല. സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്നത് എനിക്ക് കംഫർട്ടബിളി ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നിങ്ങളെ ഫിനാൻഷ്യലി ഫ്രീ ആക്കണം, പക്ഷേ അത് നിങ്ങളെ ഫിനാൻഷ്യലി ട്രാപ്ഡ് ആക്കരുത്. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് നോക്കാം. ഫിക്സഡ് ഡ്രീം പ്രോപ്പർട്ടി മൈൻഡ് സെറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ നാടോടിക്കാറ്റ്, അതിനകത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട് വാടക വീട് നോക്കുമ്പോൾ മുന്നിൽ പൂന്തോട്ടം വേണം, AC റൂം വേണം, ബാത്റൂം വേണം, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിൽ പലർക്കും പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് 4 bedroom, 2 bathroom, 2 garage, ഒരു 400 meter സ്ക്വയർ ലാൻഡ്, വീടൊരു 10 വർഷത്തിന് താഴെ പഴക്കം, ഒരു സിറ്റിയോട് ചേർന്നൊരു സ്ഥലം. ഇതാണ് സാധാരണ ഒരു മലയാളിയുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ. ഇത് നല്ലൊരു കൺസെപ്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇത് മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ഡ്രീം ഹോമല്ല, ഇത് നിങ്ങൾക്ക് താമസിക്കാനുള്ളൊരു വീടല്ല. നമ്മളിത് വാങ്ങിക്കുന്നത് നമുക്ക് പ്രോപ്പർട്ടി ഗ്രോത്ത് ഉണ്ടായിരിക്കണം, നമുക്ക് റെൻറ്റ് കിട്ടണം, നമ്മളൊരു ബിസിനസ്സായിട്ട് വേണം ഇതിനെ കാണാൻ. അപ്പോൾ നമുക്ക് വേണ്ടത് ടെനൻറ്റിന് വേണ്ട യൂട്ടിലിറ്റീസ് എല്ലാം ഉണ്ടോ, ആ ഏരിയയിൽ റെൻ്റൽ ഡിമാൻഡ് ഉണ്ടോ, അവിടുത്തെ ലൊക്കേഷൻ, ഫണ്ടമെൻറ്റൽസ് എല്ലാം കറക്റ്റാണോ, ലാൻഡ് കമ്പോണൻറ്റ്, ഫ്യൂച്ചർ ഗ്രോത്ത്, ക്യാഷ് ഫ്ലോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ പലരും നമ്മുടെ മനസ്സിലുള്ള ആ കൺസെപ്റ്റ് മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കും. ഇവിടെ നിങ്ങളൊരു സിമ്പിൾ റൂൾ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി അല്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രധാനം. മാർക്കറ്റും ടെനൻറ്റും ഫ്യൂച്ചറിനും വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇമോഷണൽ ഡിസിഷൻ ഒഴിവാക്കാൻ എന്തൊക്കെ നോക്കണം. അപ്പോൾ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുമ്പേ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ പോയിൻറ്റ്സ് നിങ്ങൾക്ക് സ്വന്തം നോക്കാം. അതായത് ആ പ്രോപ്പർട്ടിയുടെ റെൻ്റൽ ഈൽഡ് എങ്ങനെയാണെന്ന് നോക്കണം, വേക്കൻസി റേറ്റ് നോക്കണം, അവിടെ സപ്ലൈ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം, അവിടെ ജോബ് ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കണം, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്, പുതിയ ഗവൺമെൻറ് പ്രൊജക്ട്സ് വരുന്നുണ്ടോ എന്ന് നോക്കണം, പോപ്പുലേഷൻ ഗ്രോത്ത്, ഓണർ ഒക്യുപ്പർ ഡിമാൻഡ്. ചില ഏരിയയിൽ കൂടുതൽ പെർസെൻറ്റേജ് ഓണറായിരിക്കും, കുറഞ്ഞ ശതമാനമായിരിക്കും ടെനൻസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേഷ്യോ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ലോങ് ടൈം അഫോർഡബിലിറ്റി, ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ പ്രോപ്പർട്ടി അഫോർഡബിലിറ്റി ഉള്ള ഏരിയ ആണോ അത് അറിയണം. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തൊക്കെ ഫാക്ടറാണ് ശ്രദ്ധിക്കേണ്ടത്, ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ മെയിൻ മെസ്സേജ് ഇതാണ്: ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഇമോഷൻസ് കൊണ്ട് മാത്രം വാങ്ങരുത്, സ്ട്രാറ്റജി കൊണ്ട് വേണം വാങ്ങിക്കാൻ. ഞാനൊരു ബയർസ് ഏജൻ്റാണ്. ഞാൻ കാണുന്ന ബിഗ് ഡിഫറൻസ് ഇതാണ്. ആവറേജ് ബയർ പ്രോപ്പർട്ടി നോക്കും, സ്മാർട്ട് ഇൻവെസ്റ്റർ സ്ട്രാറ്റജി നോക്കും. അതേപോലെ ആവറേജ് ബയർ ചോദിക്കും ഈ ഹൗസ് എനിക്ക് ഇഷ്ടമാണെന്നാണ് ആവറേജ് ബയർ നോക്കുക. പക്ഷേ സ്മാർട്ട് ഇൻവെസ്റ്റർ ഈ അസറ്റ് എൻ്റെ പോർട്ട്ഫോളിയോയിൽ എന്ത് റോൾ പ്ലേ ചെയ്യും എന്നാണ് സ്മാർട്ട് ഇൻവെസ്റ്റർ നോക്കുക. അതേപോലെ ആവറേജ് ബയർ
ഫ്രണ്ടിൻ്റെ അഡ്വൈസ് ഫോളോ ചെയ്യും. സ്മാർട്ട് ഇൻവെസ്റ്റർ മാർക്കറ്റ് സൈക്കിൾ, ഡാറ്റ, ബോറിംഗ് സ്ട്രാറ്റജി, എക്സിറ്റ് പ്ലാൻ ഇവ നോക്കിയിട്ടാണ് സ്മാർട്ട് ഇൻവെസ്റ്റർ ഡിസിഷൻ എടുക്കുക. ആവറേജ് ബയേഴ്സ് ഫോമോയിലാണ് ബൈ ചെയ്യുന്നത്, പക്ഷേ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് പേഷ്യൻസും ക്ലാരിറ്റിയും ഉപയോഗിച്ചാണ് ബൈ ചെയ്യുന്നത്. ഇത് ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻ്റെ ഫൗണ്ടേഷനാണ്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഹാർഡ് വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ, നേഴ്സ്, ഡോക്ടർ, എഞ്ചിനീയർ, IT പ്രൊഫഷണൽ, സ്മോൾ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഫാമിലി പേഴ്സൺ, നിങ്ങൾ പണം ഏൺ ചെയ്യുന്നത് ഈസി അല്ല. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്താതെ നോക്കണം. കാരണം പ്രോപ്പർട്ടി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പവർ വെഹിക്കിളാണ്. ഇവിടെ പല റോങ് പ്രോപ്പർട്ടി, റോങ് ടൈമിംഗ്, റോങ് ബോറിംഗ് സ്ട്രാറ്റജി, റോങ് മൈൻഡ് സെറ്റ് ഇവ ഉണ്ടായാൽ അതേ പ്രോപ്പർട്ടി നിങ്ങളുടെ ലൈഫിൽ സ്ട്രെസ്സ് ബിൽഡ് ചെയ്യും. അതുകൊണ്ട് ബൈ ചെയ്യുന്നതിന് മുമ്പേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, മാർക്കറ്റിലെ മനസ്സിലാക്കുക. ഇമോഷണൽ പ്രഷറിൽ ഡിസിഷൻ എടുക്കരുത്. ഇതാണ് മെയിനായിട്ട് നമ്മുടെ മലയാളികൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്. നിങ്ങളുടെ ഫ്രണ്ട് ഒരു സ്ഥലത്ത് വാങ്ങി അതുകൊണ്ട് ഞാൻ അവിടെ വാങ്ങുന്നു, അത് തെറ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. എപ്പോഴും അത് വർക്കാവില്ല. അതുപോലെ തന്നെ ബാങ്ക് അപ്രൂവ് ചെയ്തുകൊണ്ട് മാക്സിമം ബോറിംഗ് പവർ ഉപയോഗിക്കുക, അത് തെറ്റാണ്. നിങ്ങളത് ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യൽ സ്ട്രെസ് ബിൽഡ് ചെയ്യും. അതേപോലെ നിങ്ങളുടെ മനസ്സിലുള്ളൊരു ഡ്രീം ഇമേജ്, നിങ്ങളുടെ ഡ്രീം ഇമേജിലുള്ള പ്രൈമറി ഹോം നിങ്ങൾക്ക് ഉണ്ടാകാം, കാരണം നിങ്ങളവിടെ താമസിക്കുന്നതാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നിങ്ങളുടെ ഡ്രീം ഇമേജിൻ്റെ പിന്നാലെ പോകരുത്. ഡ്രീം ഇമേജിൻ്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ നമ്പേഴ്സ് കോംപ്രമൈസ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നമ്മളിതൊരു ബിസിനസ്സാണ്, ആ രീതിയിൽ വേണം കാണാൻ. ഓക്കെ, നിങ്ങൾ ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓൾറെഡി ഉണ്ടെങ്കിലും നെക്സ്റ്റ് പ്രോപ്പർട്ടി ഞാനൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വെബിനാറിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വെബിനാർ അറ്റൻഡ് ചെയ്യുക. ഈ വെബിനാർ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചും മോസ്റ്റ് കോമൺ ആയിട്ടും മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് 1-on-1 സെഷൻ എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഐ എം ഹാപ്പി ടു ഗിവ് യു ഫ്രീ 1-on-1 സെഷൻ. ഐ ക്യാൻ പ്രൊവൈഡ് യു ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, ഞാൻ ബയേഴ്സ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പ്രോപ്പർട്ടി വാങ്ങിക്കാൻ നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് വേണം, ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഐ എം ഹാപ്പി ടു അസിസ്റ്റ് യു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഫ്രണ്ട്സും ഇതേപോലെ കോമൺ ആയിട്ട് മിസ്റ്റേക്ക് ചെയ്യുന്നവരായിരിക്കും. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഹെൽപ്പ് ചെയ്യും തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓസ്ട്രേലിയ പ്രോപ്പർട്ടി അപ്ഡേറ്റ്സ് മലയാളത്തിൽ അറിയാൻ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുക. റിമെമ്പർ, നമ്മുടെ ഗോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് മാത്രമല്ല. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് റിയൽ ഫ്രീഡം. നമ്മുടെ ലൈഫിൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ഉദ്ദേശിക്കുന്നത്.